ഒരുപാട് തെളിവുകളും പ്രൂഫുകളും ഒക്കെ പുറത്ത് നിൽക്കുമ്പോഴാണ് അലക്സാണ്ടർ ജേക്കബ് വീണ്ടും വന്നിട്ട് ശബരിമല തീവെപ്പിനെ കുറിച്ച് ഒരു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബിനെ കുറിച്ച് അദ്ദേഹത്തിനോടൊപ്പം തന്നെ വളരെ സീനിയറായിട്ട് പ്രവർത്തിച്ചിരുന്ന പലരും എന്നോട് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ആത്മരതിയുടെ അല്ലെങ്കിൽ ഒരു സ്വയം ഒരു പണവും അതുപോലെ തന്നെ എന്തും പറയുന്ന കിട്ടി പ്രശസ്തിയുടെയും പണത്തിൻ്റെ ഒരു ആത്മരതിയിൽ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. അദ്ദേഹം വളരെ വിഷാദനാണ്. അതുകൊണ്ട് എന്തും വിളിച്ച് പറയുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് വളരെ സീനിയറായിട്ടുള്ള പലരുടെയും വിലയിരുത്തൽ. ഞാനിത് പറയാൻ കാരണം ശബരിമലയിൽ 1950 തീ പിടിച്ചതിനെക്കുറിച്ച് ചവർ കൂട്ടിയിട്ടപ്പോൾ തീ പിടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര വിവരക്കേടിൻ്റെ പറുദീസയാണ് അലക്സാണ്ടർ ജേക്കബ് അവർകളെ നിങ്ങളോട്. 1950 ശബരിമല തീപിടിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ മേൽശാന്തിയായിരുന്ന ഈശ്വരൻ നമ്പൂതിരി എന്ന് പറയുന്ന മാവേലിക്കര ഇല്ലത്തുള്ള ഈശ്വരൻ നമ്പൂതിരിയുടെ വോയിസ് ഞങ്ങളുടെ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. 3 എണ്ണം പുറത്തുവിട്ടു. ഇലക്ഷൻ തിരക്കായതുകൊണ്ട് ബാക്കി പുറത്തുവിടും. ആ ചാനലിൽ ആ വോയിസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ പഞ്ചലോഹ വിഗ്രഹമായിരുന്നു, അതിനെ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ചവറിന് തീ പിടിച്ചാൽ പഞ്ചലോഹ വിഗ്രഹം അടിച്ചു പൊളിക്കുമോ? അതുപോലെ സ്ത്രീകളുടെ ആർത്തവ സമയത്തുള്ള കളറിലുള്ള രക്തത്തിന്റെ കളറിലുള്ള തുണി കൊണ്ട് ആ വിഗ്രഹത്തെ ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് പക്ഷെ അവിടെ അത് വീട്ടിൽ നിന്ന് സ്ത്രീകൾ അവിടെ പോകില്ല. അപ്പൊ പിന്നെ ആർത്തവ രംഗത്തുള്ള സ്ത്രീകളുടെ തുണി ആര് കൊണ്ടുപോയി? അത് വെറും രക്തമായിരുന്നുവോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ അവിടെ 15ഓളം വെട്ട് കോടാലി കൊണ്ട് കതകിൽ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അന്നത്തെ മദ്രാസ് ഐ ജി ആയിരുന്ന ഗോപാലമേനോനെ കൊണ്ടൊരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ഗോപാലമേനോൻ കൊണ്ടുവന്ന റിപ്പോർട്ട് എന്താന്ന് പറഞ്ഞാൽ ഈ കോടാലി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഇത് ചെയ്തു. പക്ഷെ കോടാലി ജോസഫ് ഇത് ചെയ്യുമ്പോൾ കോടാലി ജോസഫ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യ വിഭാഗത്തിലേക്ക് മാറി. പിന്നെ അദ്ദേഹം ഹിന്ദു വിഭാഗത്തിലേക്ക് വന്ന ഒരു ഹിന്ദു സ്വാമിയെ പോലെ അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു പിച്ചള കോടാലി കൊണ്ട് നടക്കുമായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹം മീനൊക്കെ പിടിച്ച് പച്ചയ്ക്ക് തിന്നുമായിരുന്നു അത്രേ. അങ്ങനെ ഒരു ദിവസം മീന് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം വിശന്നു പോയി ഈ അമ്പലത്തിൽ ഇത് ചെയ്തു എന്നാണ് മിന്നൽ പരമശിവൻ എന്ന് പറയുന്ന അന്നത്തെ സൈക്കിളിൽ പോകുന്ന എന്ത് വിഷയമുണ്ടായാലും ഉടൻ സൈക്കിളിൽ പറന്നെത്തുന്ന മിന്നൽ അതുകൊണ്ടാണ് പേരങ്ങനെ വന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ സെക്കൻഡ് ഇദ്ദേഹം അവിടെ എത്തും, SI എത്തും. അങ്ങനെ മിന്നൽ പരമേശ്വരൻ അവിടെ പോയി എത്തുകയും അദ്ദേഹത്തിന് ഈ തീവെപ്പെടുന്ന സമയത്തല്ല, അദ്ദേഹത്തിനായിരുന്നു ഇതിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹം അന്വേഷിച്ചതിന് ശേഷം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ മിന്നൽ പരമേശ്വരൻ പറഞ്ഞിരിക്കുന്നത് ഈ കോടാലി ജോസഫാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടാലി ജോസഫ് ഇത് ചെയ്തപ്പോൾ ആരാണ് പിന്നിലെന്ന് പരമശിവൻ പറഞ്ഞിട്ടില്ല. ഇതേ പരമശിവൻ മറ്റൊരാളിനോട്, ഞാൻ ഇതിനകത്ത് കുറെ അങ്ങോട്ടോട്ട് പോയതുകൊണ്ടാണ് പറയുന്നത്. എനിക്കിപ്പോ ശബരിമല 50 തീ വെച്ചു എന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളെ ചാനലിന് ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ പണം ഉണ്ടാക്കാൻ നടക്കുന്നുമില്ല. എന്തെങ്കിലും പട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് സമൂഹത്തെ ഇല്ല. പക്ഷെ ഹിന്ദു സമൂഹത്തിന്റെ തെരുവിൽ കെട്ടിയ ചെണ്ടയെ പോലെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു വളരെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് സത്യമെന്ന് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഹരിവരാസനത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് പോകുന്നത് വളരെ ഗൗരവമായിട്ട് സുഭാഷിതം എടുത്തിരിക്കുന്ന 2 വിഷയങ്ങളാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ പരമശിവൻ തന്നെ, മിന്നൽ പരമശിവൻ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞതായി, സുഹൃത്തിന്റെ സുഹൃത്ത്, ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ലേ, സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് ആ ജോസഫ് ഒറ്റയ്ക്കല്ല, പക്ഷെ എനിക്കത് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതായി ഒരു പുസ്തകം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം വന്നിരിക്കുന്നത് IG ചന്ദ്രശേഖരൻ നായരുടെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്തും സൂചനകൾ മാത്രമാണ് ഇട്ട് പോകുന്നത്. കോടാലി ജോസഫിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ IG മേനവന്റെ, നേരത്തെ പറഞ്ഞ രാജഗോപാല മേനവന്റെ ഒരു പുസ്തകം റിപ്പോർട്ട് വന്നിട്ട്, അതും പുസ്തകമായിട്ടുണ്ട്. പക്ഷെ അതിന്റെ കോപ്പികൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പറയുന്നതായിട്ട് നമ്മുടെ ഡോക്ടർ ശശിഭൂഷൺ സാറിനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത്, അദ്ദേഹം ഇതിനകത്ത് ഒരുപാട് അന്വേഷിച്ച് പോവുകയും ഇതിൽ പ്രതിയാക്കപ്പെട്ട ഒരാളിന്റെ വീട്ടിൽ പോയി പ്രതിയോട് സംസാരിക്കുകയും ചെയ്തു. എത്രയ്ക്ക് അങ്ങ് പോയിട്ടുണ്ട്. കോട്ടയത്ത് പോയി പ്രതിയോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ പ്രതിയോട് സംസാരിച്ചപ്പോൾ പ്രതിയോട് ചോദിച്ചു, പക്ഷെ ആ പ്രതി പിന്നെ വന്നില്ല കേസിൽ. അതെന്താ ഞാൻ പറയാം. പ്രതിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ തീവെപ്പിൽ പങ്കുണ്ടോ? അപ്പൊ പ്രതി പറഞ്ഞു, എനിക്കൊരു പങ്കുമില്ല. പക്ഷേ അടുത്തൊരു ചോദ്യം ശശിഭൂഷൺ സാർ ചോദിച്ചില്ല. ഞാനായിരുന്നു ഒരുപക്ഷെ ചോദിക്കുമായിരുന്നു. ശശിഭൂഷൺ സാറിന്റെ ഒരു പക്വത കൊണ്ട്, ഗുപ്തൻ നായർ സാറിന്റെ മകൻ എന്നുള്ള വലിയൊരു പക്വത കൊണ്ടായിരിക്കാം ശശിഭൂഷൺ സാർ ഒരു ചോദ്യം ചോദിച്ചില്ല.
നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രേരണയാൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചില്ല. ഈ ചോദിച്ച പ്രതി എന്ന് പറഞ്ഞ് ശശിഭൂഷൺ സാർ ചോദിച്ചു വന്ന് ശശിഭൂഷൺ സാർ തന്നെ പുറത്തു വിട്ടിരിക്കുന്ന വീഡിയോ, കാരണം ഞാനിത് അല്ലാതെ പറയുമ്പോൾ വിചാരിക്കും നമ്മൾ ഇന്ന് ശശിഭൂഷൺ സാറിനെ ട്രാപ്പ് ചെയ്യാൻ, അങ്ങനെയല്ല, സാർ തന്നെ പുറത്തു വിട്ടിരിക്കുന്ന വീഡിയോ പ്രകാരം സാറ് വളരെ പ്രമുഖ ചാനലിൽ കൊടുത്തിരുന്ന വിവരം, ഈ പ്രതിയാക്കപ്പെട്ട മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ വലിയ നേതാവായിട്ടുള്ള ടി.എം. വർഗീസിന്റെ മകനാണ്. ഈ ടി.എം. വർഗീസിന്റെ മകൻ എന്തിനാണ് ഇത് ചെയ്തത്? ടി.എം. വർഗീസിന്റെ മകൻ സ്ഥിരമായി നായാട്ടിന് പോകുമായിരുന്നു. ടി.എം. വർഗീസിന്റെ മകൻ നായാട്ടിന് പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പിനാൽ കുടുംബം അടക്കമുള്ള ഒരു 6-7 കുടുംബക്കാരെ, പുത്തൻ പണക്കാരായിട്ടുള്ള പെട്ടെന്ന് പണം ഉണ്ടാക്കിയ 6-7 കുടുംബക്കാർ സ്ഥിരമായി കാട്ടിൽ പോയി മദ്യപിച്ച് ഈ വേല കാണിക്കുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രതിക്ക് പിന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജോലി കിട്ടി. അന്ന് സാഹിബിന്റെ നേതൃത്വത്തിൽ പ്ലാന്റേഷൻ പരിപാടികളും ഒക്കെ ശബരിമലയുടെ അനുബന്ധ മലകളിലുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രം വലുതായാൽ അവിടെ പല കാര്യങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ ക്രിസ്ത്യാനികളെല്ലാം അല്ല കേട്ടോ, മാത്രമല്ല ഇത് അന്വേഷിക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടതിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ഈ ശബരിമല തീവെപ്പ് ശക്തമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് അന്ന്, ഇന്നുമുണ്ട്. ഞാൻ പലരോട് സംസാരിക്കും, വരട്ടെ സത്യമെന്നാണ്. ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന എല്ലാവരുടെയും കൂടെ ഒരു ദേവനാണല്ലോ. അപ്പോൾ പക്ഷെ ഈ 3-4 ക്രിസ്തീയ കുടുംബങ്ങൾ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ജാതി പറഞ്ഞു, മതം പറഞ്ഞതല്ല, ഇവർ ഈ ടി.എം. വർഗീസിന്റെ മകനുമായി ഒക്കെ ചേർന്ന് കാട്ടിൽ പോവുകയും അവിടെ വെച്ച് അവർ മദ്യപിക്കുകയും ഒക്കെ ചെയ്ത് ഇറച്ചിയൊക്കെ തിന്നുമല്ലോ, വേട്ടയാടാൻ പോകുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഈ ഇവരെ കൂടെ നായാട്ടിന് സഹായിക്കാൻ ഡ്രൈവർമാർ മറ്റു കുറെ സംഘങ്ങളൊക്കെ കൂടെ പോകും, ഇറച്ചി വേവിക്കാനും മറ്റു സംഘങ്ങളെ കൂടെ പോകും. അവരുടെ സംഘമാണ് കോടാലി ജോസഫിനോടൊപ്പം നിന്നത് ചെയ്തത് എന്നാണ് IG ഗോപാലമേനോന്റെ കണ്ടെത്തൽ. കാരണം 12 മണിക്കൂറോളമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ അത് ഈ അവിടുത്തെ ക്ഷേത്രത്തെ ആ രീതിയിൽ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈശ്വരൻ പോറ്റി പറയുന്ന അനുസരിച്ച് അവിടെ വെള്ളി കമ്പി കൊണ്ട് ഈ വിഗ്രഹം പൊട്ടിച്ച വലിയ ആയുധങ്ങളെ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് പൊട്ടിച്ച പഞ്ചലോക വിഗ്രഹത്തിന്റെ കൈ തൂങ്ങിക്കിടക്കുകയും ആ കൈയെ കൊരുത്തു വച്ചത് വെള്ളിക്കമ്പിയിലൂടെയാണെന്ന് ഈശ്വരൻ പോറ്റി പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ മക്കളോട് പറഞ്ഞു. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, 1950 ഇതെങ്ങനെ റെക്കോർഡ് ചെയ്തു? 50 റെക്കോർഡ് ചെയ്തതല്ല, വർഷങ്ങൾക്ക് ശേഷം ഈശ്വരൻ പോറ്റിയുടെ മക്കളോട് സംഭാഷണ മധ്യേ ഇരുന്ന് പറയുമ്പോൾ, ശബരിമല വിശേഷങ്ങൾ അച്ഛൻ പറയൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നു, കുളത്തു അയ്യർ എഴുതിയിട്ടുള്ള ഹരിവരാസനം പാടുന്നതും അതിലൊരു രാജഗോപാല മേനോൻ എന്ന് പറയുന്ന ഒരാൾ ആലപ്പുഴയിൽ നിന്ന് വന്നതും അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് തുടങ്ങിയപ്പോൾ, ദേവസ്വം ബോർഡ് ചാർജ് എടുത്ത ശബരിമല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടതും, അവിടെ വിമോചിതാനന്ദ സ്വാമിയും ഞാൻ സാന്ദ്രഭയായിട്ട് അത് പറയുന്നു, വിമോചിതാനന്ദ സ്വാമിയും സ്വാമി ഒരുപാട് സ്ഥലങ്ങളിൽ അയ്യപ്പന്റെ സ്തുതിയുമായിട്ടൊക്കെ പോയ ആളാണ് രാജ്യം മുഴുക്കെ. വിമോചാനന്ദ സ്വാമിയും ഈ ഗോപാലകൃഷ്ണൻ മേനോനും ഈ ഈശ്വരൻ പോറ്റിയെ കൂടെയാണ് ഈ പാട്ട് പാടിയിരുന്നതെന്നും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നതെന്നും അതിനുമുമ്പ് പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പുറക്കാട് ക്ഷേത്രത്തിൽ പാടിയിരുന്നു എന്നുള്ള കഥകളുണ്ട്, കഥകളെല്ലാം അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കത്തിച്ച എന്നിട്ട് വേറൊരു പ്രശ്നമുണ്ട്. ഇവർ ചെല്ലുമ്പോൾ, ഈശ്വരൻ പോറ്റി അവിടെ ചെല്ലുമ്പോഴും പിറ്റേ ദിവസം ശബരിമല ക്ഷേത്രത്തിൽ ഇങ്ങനെ തകർത്തിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മലയരയൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അവിടെ മിന്നൽ പരമേശ്വരൻ എത്തുമ്പോഴും അതുപോലെ തന്നെ പോറ്റി അവിടെ എത്തുമ്പോഴും, അതെ പോറ്റി മീൻസ് നമ്പൂതിരി എത്തുമ്പോഴും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് അതിശക്തമായ മഴ പെയ്തിരുന്നു. അങ്ങനെ അതിശക്തമായ മഴ പെയ്തത് കൊണ്ട് പല തെളിവുകളും ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ IG-യുടെ റിപ്പോർട്ട്, ഗോപാലമേനോന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. എന്തെന്നാൽ അന്ന് C. കേശവൻ മുഖ്യമന്ത്രി, പിന്നെ അത് കഴിഞ്ഞിട്ട് പറവൂർ കൊച്ചുനാരായണ പിള്ള അടുത്ത മുഖ്യമന്ത്രി, പറവൂർ കൊച്ചുനാരായണ പിള്ള അന്നത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. ടി.എം. വർഗീസിന്റെ മകന്റെ പേര് ഇതിൽ ഉള്ളത് കൊണ്ട് ഇത് പുറത്തു വിടാത്തത് എന്നാണ് ചരിത്രത്തിൽ കാണുന്ന തിരിച്ചേക്ഷിപ്പ്. ഇത് അന്വേഷിക്കണ്ടേ? CBI അന്വേഷിക്കണ്ടേ? NIA അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ സംഘപരിവാറുകാരെ ഇവിടെ പോയി, ഇവിടുത്തെ ഹിന്ദുമത സംഘടനകളോടെ പോയി മുട്ടിന് മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ടും ഹിജാബിനെ തെറി പറഞ്ഞുകൊണ്ടും നടന്നിക്കണ്ട. ഹിന്ദുക്കളുടെ കാര്യം നോക്കൂ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. അപ്പോൾ എന്താണ് ശബരിമലയിൽ സംഭവിച്ചത്? എന്നിട്ട് ടി.എം. വർഗീസിന്റെ മകനുള്ളത് കൊണ്ട് അത് കേസ് പോയി. ആ സമയത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചു. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് ഒരു കോപ്പി എടുത്ത് അസംബ്ലിയിൽ വെച്ചു. അതിനുമുമ്പ് EMSന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അന്ന് മന്നത്ത് പപ്പനാവനും അതുപോലെ R. ശങ്കറും അടക്കമുള്ള വേറൊരു വിഭാഗമാണ്, അതായത് ഹിന്ദുക്കളുടെ കൃത്യമായി SNDP NSSന്റെ ആളുകൾ വളരെ ശക്തമായി പറഞ്ഞിരുന്നു
എന്താ പറഞ്ഞിരുന്നത്? ഇത് കണ്ടുപിടിക്കണം. ഏത് കണ്ടുപിടിക്കണം? ഈ ശബരിമല വിഷയം കണ്ടുപിടിക്കണം. അപ്പൊ EMS അടക്കമുള്ളവർ വാക്ക് കൊടുത്തു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു വികാരം ഞങ്ങൾ പരിഹാരം കണ്ടിരിക്കും. പക്ഷെ കണ്ടില്ല, പരിഹാരം കണ്ടില്ല. അതിനുശേഷം അങ്ങനെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഒരു കോപ്പി വെച്ചു, ഒരാളിനും കോപ്പി കൊടുത്തില്ല. എന്തേ കോപ്പി പുറത്ത് കൊടുക്കാത്തത്? ഇന്നിപ്പോ അസംബ്ലി രേഖകൾ പുറത്ത് കിട്ടുമല്ലോ. എന്നിട്ട് 1987 ഇത് വീണ്ടും മേശപ്പുറത്ത് വെച്ചു. 87 മേശപ്പുറത്ത് വെച്ചപ്പോൾ പിന്നെ ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഹിന്ദു സംഘടനകളും അങ്ങ് മാറി. പിന്നെ മതേതരത്വം, മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് കേരളം മറ്റൊരു കേരളമായി മാറിക്കൊണ്ടിരുന്നു. പിന്നെ ഇനിയിപ്പോൾ TM വർഗീസിന്റെ മകൻ മാത്രം കോൺഗ്രസ് ഇതിനകത്ത് മിണ്ടുന്നില്ല. TM വർഗീസിന്റെ മകനുള്ള കേസാണ്. മകൻ പിന്നെ ജീവിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് തേഞ്ഞു മാഞ്ഞു പോയി. നമുക്ക് TM വർഗീസിന്റെ മകനെ ശിക്ഷിക്കണമെന്നോ മകൻ ഇപ്പൊ ജീവിച്ചിരിപ്പണമെന്ന് പോലും എനിക്കറിയത്തില്ല. ശിക്ഷിക്കണമെന്നോ കരിമ്പനാൽ കുടുംബം പിന്നെ ഇതിന്റെ പാപഭാരമുള്ളത് കൊണ്ടായിരിക്കും മുടിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് TV ചാനലൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് YouTube ചാനലൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മളാരെയും മുടിക്കാനും പറ്റിക്കാനും ഒന്നും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ശബരിമല വിഷയത്തിൽ സുഭാഷിതം ചാനൽ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് എത്ര റീച്ച് ഉണ്ടെന്നുള്ള നിലയിലല്ല, നിർഭാഗ്യവശാൽ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ആവശ്യമില്ലാത്ത ചറപറ ചാനലുകളും ചെയ്യാറുണ്ട്, ആ വിഷയങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ പല വിഷയങ്ങളും കയറുന്ന പല വീഡിയോകളും ഒട്ടും കയറില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പല വീഡിയോകളും അതിൻ്റെ തമ്പ് കൊണ്ടൊക്കെ ഒരുപാട് കയറിപ്പോകുന്നു. പക്ഷെ ഇത്തരം വീഡിയോകൾ പലപ്പോഴും ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ പോലും വ്യാപകമായി പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും എനിക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പോകുന്നില്ല. വളരെ കൃത്യമായി അത് പ്രചരിപ്പിക്കണം. മറ്റൊന്നിനുമല്ല, ഒരു കരിമ്പിനാൽ കുടുംബത്തെയും ക്രൂശിക്കാനല്ല, ഒരു TM വർഗീസിനെയോ കോൺഗ്രസിനെയോ അദ്ദേഹത്തിന്റെ മക്കളെയോ കൊച്ചുനാരായണ പിള്ളയെയോ C കേശവനെയോ ആരെയും നമുക്ക് എതിർക്കാനല്ല. പക്ഷെ ശബരിമല തീവയ്ക്കപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയണം. കാരണം ഞാനിത് പറയാൻ കാരണം മിണ്ടത്തില്ലായിരുന്നു, ഈ വിഷയത്തിലൊന്നും സുഭാഷിതം പോകത്തില്ലായിരുന്നു. അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ള ആളുകൾ വന്നിരുന്ന് അദ്ദേഹം ആളുകളെ മെഴുകി വെളുപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു സെന്റൻസ് കൂടെ വീഡിയോ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കൊന്നും ഇതിലത്ത് പങ്കില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് പങ്കുണ്ടോ ഇല്ല എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ശബരിമല കത്തിച്ചതാരാണ്? അല്ലാതെ ചവർകൂന കത്തിയാൽ വാതിലിൽ 15 വെട്ടങ്ങനെ വരും. ചവർകൂന കത്തിയാൽ പഞ്ചലോഹ വിഗ്രഹത്തിന്റെ കൈ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ ചവർകൂന കത്തിയാൽ ആ വിഗ്രഹത്തിൽ എങ്ങനെയാണ് രക്തക്കറയുള്ള തുണി വരുന്നത്? ഇതൊക്കെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. എൻ്റെ അലക്സാണ്ടർ ജേക്കബ് സാറേ, നിങ്ങളുടെ തലയിൽ നെല്ലിക്കാത്തളം വയ്ക്കണം. ശരിക്ക് പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളുടെ എല്ലാ ബഹുമാനവും നിലനിർത്തി പറയട്ടെ, നിങ്ങൾ ഹിന്ദുവേട്ട മതിയാക്കണം. നിങ്ങൾ മറ്റുള്ളവരെ വേട്ടയാടുക. നിങ്ങളെ വിളിക്കുന്ന അമ്പലക്കാരോടും നിങ്ങളെ വിളിക്കുന്ന മതസംഘടനകളോടും ജാതി സംഘടനകളോടും പറയാനുള്ളത്, ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇനി 1000 വട്ടം ആലോചിക്കണം. ഹിന്ദുവേട്ട നടത്തി ഒരാത്മരതിയിലൂടെ ജീവിക്കുന്ന അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് സമയമായി. ഈ വീഡിയോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തെ ഇതുപോലെ പ്രഭാഷണം നടത്തുന്ന ഒരാള് വിളിച്ചിട്ട് സംഭാഷണം നടത്തിയ ആളും എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, പോകുന്ന വേദിക്ക് ഒപ്പിച്ച് വർത്തമാനം പറയണം. നമുക്ക് എവിടെയാണോ പേരും പ്രശസ്തിയും പണവും കിട്ടുന്നത് അതിനനുസരിച്ച് തള്ളി മറിച്ചോണം. അല്ലാതെ നമ്മൾ സത്യം പറയാൻ നമ്മളൊന്നും ആരുമല്ല. സത്യമൊക്കെ ആളുകൾ കണ്ടുപിടിച്ചോളും. പക്ഷെ നമ്മൾ തള്ളി മറിക്കുമ്പോൾ പണം കിട്ടുമെങ്കിൽ പണം, പ്രശസ്തി കിട്ടുമെങ്കിൽ പ്രശസ്തി. അതിനുവേണ്ടി ദയവായി അയ്യപ്പനെ ഉപയോഗിക്കരുത്, ഹിന്ദു ക്ഷേത്രങ്ങളെ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ഹിന്ദു സമാജത്തെ ഉപയോഗിക്കരുത്. ഇനിയും കർശനമായ വീഡിയോകളുമായി അല്ലെങ്കിൽ വരേണ്ടി വരുമെന്നുള്ള കാര്യം എന്തായാലും തീവെപ്പ് കൃത്യമായി CBI അന്വേഷിച്ചേ മതിയാകൂ.